താങ്കൾ ഇപ്പോഴും പി ജെ ജോസഫുമായി നല്ല ബന്ധം പുലർത്തുന്നയാളാണ്. അക്കാര്യം അറിയാവുന്ന കാര്യമാണല്ലോ. താങ്കൾ മാത്രമല്ല, താങ്കളുടെ നേതാവായ ഫ്രാൻസിസ് ജോർജും പി ജെ ജോസഫുമായി ഇപ്പോഴും നല്ല ബന്ധം പുലർത്തുന്നയാളാണ്. താങ്കൾക്കൊക്കെ നേരത്തെ ഒരു തോന്നലുണ്ടായിരുന്നു, LDF-ലേക്ക് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ പോകുമ്പോൾ പി ജെ ജോസഫും അങ്ങോട്ട് വരുമെന്ന്. പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹം മാണി കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പി ജെ ജോസഫിന് UDF മാത്രമല്ല താവളം, LDF-ഉം ഒരു താവളമാണ് എന്ന വ്യക്തമായ സന്ദേശം കൂടി നൽകുകയാണോ ചെയ്യുന്നത്? അല്ല, ഇവിടെ മഞ്ജുഷേ, ഈ പ്രിൻസ് ലൂക്കോസ് പറയുന്നത് കേട്ടാത്തൊന്നും ഈ ചർച്ചയൊക്കെ ഉണ്ടാക്കാൻ കാരണം ഞാൻ എന്തോ പറഞ്ഞതിൻ്റെ പേരിലാണെന്ന്. പ്രിൻസ് ലൂക്കോസിൻ്റെ ഇപ്പോഴത്തെ നേതാവ്, ഇന്നത്തെ നേതാവ്, നാളെ ആയിരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഇന്നത്തെ നേതാവായിരിക്കുന്ന നിങ്ങളുടെ വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് സാർ പരസ്യമായി പല പ്രാവശ്യവും ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ ഞങ്ങൾ എടുത്തു പറയുന്നുള്ളൂ, അതിലേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അദ്ദേഹമല്ലേ പറഞ്ഞത് പാർട്ടിയിൽ ഒരു ചർച്ചയും കൂടാതെയാണ് ജോസ് കെ മാണിയുടെ യാത്ര തുടങ്ങിയത്, അതുകൊണ്ടാണ് ആ യാത്രയിൽ ആളില്ലാതെ ആ യാത്ര പരാജയപ്പെട്ടതെന്ന് പി ജെ ജോസഫ് സാർ പറഞ്ഞ കാര്യമാണ്. ഈ ലേനം കൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞ അദ്ദേഹമാണ് 2 സീറ്റ് എന്നുള്ള ആവശ്യം ആദ്യം ഉന്നയിച്ച പരസ്യമായ നിലപാടെടുത്തത് പി ജെ ജോസഫ് സാർ. കേരള യാത്രയിൽ ആളില്ലെന്ന് പറഞ്ഞിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല. പി ജെ ജോസഫ് സാറാണ് പതാക കൈമാറിയത്. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയരുത്. പി ജെ ജോസഫ് സാറിന് അങ്ങനെ പറയാത്ത കാര്യങ്ങൾ പറയരുത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കേറി പറയുന്നത് മാന്യതയല്ല. അവസരം കിട്ടുമ്പോ അങ്ങേക്ക് മറുപടി പറയുക. ഒരാൾ പറയുമ്പോ ഇടയ്ക്കേറി പറയുന്നതാണോ മാന്യത? അങ്ങേ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടോണ്ടിരുന്നല്ലോ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങേക്ക് അവസരം കിട്ടുമ്പോൾ അങ്ങ് പറയണം. പി ജെ ജോസഫ് സാർ പരസ്യമായി സെന്റൻസ് ചെയ്യാൻ പറയാം. പി ജെ സാർ പറഞ്ഞത് ഒരു ചർച്ചയും പാർട്ടിയിൽ ഒരു ചർച്ചയും ഇല്ലാതെയാണ് കേരള യാത്ര തീരുമാനിച്ചത്. പി ജെ സാറിന്റെ വാക്കുകളുണ്ട്. യൂട്യൂബിലെടുത്ത് നോക്കൂ, ചാനലുകൾ നോക്കൂ, പത്രം നോക്കൂ. പി ജെ സാർ പറഞ്ഞു പിന്നെ ജാഥയിൽ ആളില്ലാതെ പോയതിന്റെ കാരണം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാത്തതുകൊണ്ടാണ്. ഇത് പി ജെ സാർ പറഞ്ഞതല്ലേ? വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല. പി ജെ സാർ പറഞ്ഞതല്ലേ? ഞങ്ങൾ പറഞ്ഞതാണോ ഇത്? ഞങ്ങളുടെ പടലേക്ക് കൊണ്ടുവയ്ക്കണതിന് നിങ്ങളുടെ വർക്കിംഗ് ചെയർമാൻ പറഞ്ഞ കാര്യം. പിന്നെ പ്രിൻസ് ലൂക്കോസൂടെ പറഞ്ഞല്ലോ കുടുംബവാഴ്ചയൊന്നും ഇല്ല എന്ന്. അങ്ങേക്ക് അറിയുന്ന കാര്യമല്ലേ? ഞാൻ കഴിഞ്ഞ രാജ്യസഭാ സീറ്റിൻ്റെ സമയത്ത് ഈ പ്രിൻസ് ലൂക്കോസുള്ള ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഒരു സംശയം വേണ്ട, ഈ സീറ്റ് കെ മാണി സാറിൻ്റെ വീട്ടിലായിരിക്കും, ജോസ് കെ മാണി ആയിരിക്കും സ്ഥാനാർത്ഥി പറഞ്ഞപ്പോൾ അന്ന് പരമപുച്ഛത്തോടെയാണ് ഇദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അതൊക്കെ ഒരു വിവരമില്ലാതെ പറയുന്നത്. എന്തുണ്ടായി അവസാനം? ഞാൻ ചോദിക്കട്ടെ, ജയിച്ച ഒരു MP സ്ഥാനം നിലനിർത്താൻ കഴിയാതെ വലിച്ചെറിഞ്ഞിട്ട് ഒരു രാജ്യസഭയിലേക്ക് മത്സരിച്ച ഒരു ചരിത്രം ഇന്ത്യയുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ? ഇതുപോലെ നിർണായക ഘട്ടത്തിൽ പാർലമെന്റിൽ ഓരോ MP-യുടെയും വില നിർണായകമായിരിക്കുമ്പോൾ അതിനെന്ത് മറുപടി, ഇന്ന് വരെ ഒരു മറുപടി ഈ പാർട്ടി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സിറ്റിംഗ് MP 1 വർഷമുള്ളപ്പോൾ ആ മണ്ഡലത്തെ അനാഥമാക്കിക്കൊണ്ട് പരാജയഭീതി കൊണ്ട് ഓടി ഒളിച്ചൊരു ചരിത്രം ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതിന് മറുപടി ഉണ്ടോ? അപ്പോൾ രാജ്യസഭാ സീറ്റ് വന്നാലും മകന്, ലോക്സഭാ സീറ്റ് വന്നാലും മകന്, പിന്നെ എന്ത് സ്ഥാനങ്ങൾ വന്നാലും, മന്ത്രിസ്ഥാനം വന്നാലും വീട്ടിൽ എത്ര ഇത് കുടുംബവാഴ്ചയെന്ന് ഞങ്ങൾ പറയുന്നതിനകത്ത് എന്താ തെറ്റ്? ഇപ്പൊ പി ജെ സാർ അത് പറയും, താമസിയാതെ ദിവസങ്ങൾക്കുള്ളിൽ പരസ്യ പ്രസ്താവന വരും. പ്രിൻസ് ലൂക്കോസ് എന്തൊക്കെ പറഞ്ഞാലും ആ പാർട്ടി പിളർപ്പിലേക്കാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ അങ്ങ് ചോദിച്ചല്ലോ ഇടതുപക്ഷ ഒരു കാര്യം കൂടി ചോദിക്കാം. അപ്പോൾ ഈ പി ജെ ജോസഫ് UDF-ലും കേരള കോൺഗ്രസിലും നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷവുമായിട്ട് ഒരു പാലം ഇട്ടിരിക്കുകയാണോ? ഫ്രാൻസിസ് ജോർജ്, താങ്കൾ, അങ്ങനെയുള്ള കുറെ നേതാക്കളുമായിട്ട് അദ്ദേഹം അടുത്ത ബന്ധം സൂക്ഷിക്കുകയാണല്ലോ. പി ജെ ജോസഫ് സാർ പറഞ്ഞൊരു വാചകം എന്താണ്? കേരള കോൺഗ്രസിൽ പിളർപ്പും യോജിപ്പും ഒന്നും പുത്തരിയല്ല. മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ജനാധിപത്യ കേരള കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല ഇപ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ എന്തിനാണ് തള്ളിക്കളയുന്നത്? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പടലിൽ ഈ ചാരി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. നിങ്ങളുടെ കാര്യം നിങ്ങൾ അടിച്ച് തീർക്കുക. ഞങ്ങളിത് കേൾക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾ പറയരുത്. നിങ്ങൾ പരസ്യ പ്രസ്ഥാനം നടത്തുന്ന വിലക്ക് ഇന്നലെ UDF ഇവിടെ എൻ്റെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇരിക്കുന്നുള്ളൂ. ഇന്നലെ UDF എടുത്ത തീരുമാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഇനി പരസ്യ പ്രസ്ഥാന സീറ്റിനെ കുറിച്ച് പാടില്ല. ഇന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ്, ചൂടാറുന്നതിന് മുമ്പ് പരസ്യ പ്രസ്ഥാനം നടത്തിയത് ശരിയാണോ ആ പാർട്ടി? അപ്പോൾ ഇത് ആ പാർട്ടി നടത്തിയപ്പോൾ അതിന് വിരുദ്ധമായിട്ട് മാണിസാരെന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ സമ്മർദ്ദമൊന്നും ചെലുത്താൻ പോകുന്നില്ല. അതൊക്കെ എങ്ങനെ ചോദിക്കും? അപ്പോൾ ആ പാർട്ടിക്കകത്ത് രണ്ട് ചേരിയായി നിൽക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, സീറ്റ് എന്ന് പറയുന്നത് ലക്ഷ്യമല്ല. സീറ്റ് എന്ന് പറയുന്ന ഒരു മാർഗമാണ്, രണ്ടാകാനുള്ള ഒരു മാർഗമാണ്. അതിന് ഏറ്റവും പറ്റിയ അവസരം അദ്ദേഹം തിരഞ്ഞെടുത്തു. ഇപ്പോഴല്ല, പിന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പിലാകുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടം. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്,
ആ മുന്നണിയിൽ തന്നെ UDF-ൽ തന്നെ ഘടകകക്ഷിയായി പ്ലാൻ എ എന്ന് പറയുന്നത് UDF-ൽ തന്നെ ഘടകകക്ഷിയായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി, ശ്രീ പ്രിൻസ് മറുപടി. ഇവിടെ ആന്റണി രാജു പറഞ്ഞല്ലോ, അദ്ദേഹം രാജ്യസഭാംഗമായ കുറിച്ച്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് ബഹുമാനായ KM മാണി സാറും വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറും MLA-മാരും ഉൾപ്പെടുന്ന പാർലമെന്ററി ബോർഡ് ജോസ് കെ മാണിയോട് രാജ്യസഭാംഗത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട അടിസ്ഥാനമാണ് അദ്ദേഹം രാജ്യസഭാംഗമായിട്ട് തീർന്നത്. അതല്ലാതെ മാണി സാർ മുട്ടയിൽ എഴുതി വെച്ചാൽ കൊടുക്കുകയല്ലായിരുന്നു. അതാദ്യം ആന്റണി രാജു മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു ഇവിടെ മണ്ഡലത്തെ അനാഥമാക്കിയെന്ന്. ഒരു കാര്യം ആന്റണി രാജു മനസ്സിലാക്കണം, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 71,000 പേരെ വോട്ടിന് അദ്ദേഹം ജയിച്ചു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 1,25,000 പേരെ വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഇവിടെ കോട്ടയത്ത് നിങ്ങളൊരു പഠനം നടത്തണം. കോട്ടയത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്രയും ജനകീയനായ ഒരു ജനപ്രതിനിധി ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം താമസിക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റിക്ക് തൊട്ട് താഴെയാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ കോട്ടയം നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പാർലമെന്റ് അംഗം ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജനകീയനായ ജനപ്രതിയായി നിൽക്കുന്ന ജോസ് കെ മാണി ഇപ്പൊ രാജ്യസഭാ അംഗം എന്ന നിലയിൽ ഇപ്പൊ 2.5 കോടി രൂപയോളം ഈ മണ്ഡലത്തിൽ അദ്ദേഹം 6 മാസത്തിനുള്ളിൽ വിനിയോഗിച്ചു കഴിഞ്ഞു. അദ്ദേഹം കോട്ടയത്തിന്റെ തലം വിട്ടുകൊണ്ട് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയവുമായി വരികയാണ്, കേരള യാത്രയുമായിട്ട് കടന്നു വരികയാണ്. അപ്പൊ അതിലൊന്നും ആന്റണി രാജു അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ വേഷം മാത്രമാണ്. ഒരു കാര്യം പറയാം, കേരള കോൺഗ്രസ് പാർട്ടി ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും. PJ ജോസഫ് സാറ് പറഞ്ഞത് ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, അവിടെ ആരുമായി ആലോചിച്ചില്ല എന്ന് പറഞ്ഞ് PJ ജോസഫ് സാറ് പിറ്റേ ദിവസം തന്നെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? ജോസ് കെ മാണിയെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടാണ് കേരള യാത്ര നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു തലത്തിലും ജോസ് കെ മാണിയുടെ കേരള യാത്ര പരാജയമെന്ന് പറഞ്ഞിട്ടില്ല, കേരള യാത്രയ്ക്ക് ആളില്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ അസത്യമാണ് ഈ ചാനലിൽ നിന്നുകൊണ്ട് പറയുന്നത്. ശരി,